ലൈഫ് പദ്ധതിയിലെ തുക വിതരണത്തെ ചൊല്ലി തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും തർക്കം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കയ്യേറ്റം ചെയ്തതായും പരാതി. സർക്കാർ അനുവദിച്ച 99 ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ തർക്കം നിലനിന്നത്. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തേവലക്കര പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കോൺഗ്രസ് നേതാവ് പി ഫിലിപ്പിനെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യേറ്റം ചെയ്തതായും ആരോപണമുയർന്നു. സർക്കാർ അനുവദിച്ച 99 ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പദ്ധതി വിഹിതമായി 34 ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്ക് കൈമാറി. 64 ലക്ഷം രൂപയുടെ ചെക്കുകൾ ബാങ്കിന് കൈമാറുകയും ചെയ്തു. ചിലർ പരാതി ഉന്നയിച്ചതോടെ ബാങ്കിൽ നൽകിയ ചെക്കുകൾ സെക്രട്ടറി തിരികെ വാങ്ങി. തിരികെ വാങ്ങിയ ചെക്കുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വോട്ടിംഗിലൂടെ തീരുമാനം അംഗീകരിച്ചു. 20 അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ 14 പേർ അനുകൂലിച്ചു, 6 പേർ എതിർത്തു. തുടർന്ന് ചെക്കുകൾ വീണ്ടും ബാങ്കിൽ നൽകാനും മറ്റുള്ളവർക്ക് അടിയന്തരമല്ലാത്ത പദ്ധതികൾ ഉപേക്ഷിച്ച് തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാനും തീരുമാനിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് അംഗമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോളും മറ്റ് 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു RSP അംഗവുമാണ് എതിർപ്പുയർത്തിയത്. കോൺഗ്രസ് അംഗമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധുവിനൊപ്പം CPM അംഗങ്ങളും RSPയിലെ 2 അംഗങ്ങളും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്രനും നിന്നതോടെയാണ് വോട്ടെടുപ്പുണ്ടായതും തീരുമാനമെടുത്തതും. തുടർന്ന് കമ്മിറ്റി ഹാളിന് പുറത്ത് എത്തിയ ഇരുവിഭാഗവും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി. ബാങ്കിലേക്ക് നൽകാനായി കൊണ്ടുപോയ ചെക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യമുയർന്നു. സംഘർഷത്തിന്റെ വക്കിലെത്തിയതോടെ പോലീസ് എത്തി. ഇതോടെയാണ് പ്രശ്നം പരിഹരിച്ചത്. ചെക്കുകൾ ബാങ്കിൽ നൽകാനും മറ്റുള്ളവർക്ക് 2 ദിവസത്തിനകം തുക നൽകാനും സെക്രട്ടറി തീരുമാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരുത്തരവാദപരമായ നിലപാടുകളാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്ന് ഭരണസമിതിയിലെ ചിലർ ആരോപിച്ചു. ഇതിനിടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞിറങ്ങിയ കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർന്നത്. പോലീസ് ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസുകാരെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പുറത്താക്കിയത്. തുക വിതരണത്തിൽ കോൺഗ്രസും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചെന്നാരോപിച്ച് LDF പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ.